അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, ഹമീദ് ഫൈസി അതിഗൗരവ സ്വഭാവമുള്ള ഒരു പ്രശ്നവുമായി വാഫി സിയസിക്കെതിരെ വീണ്ടും വന്നിരിക്കുകയാണ്. ഈ പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹത്തിന് പ്രേരിപ്പിച്ച എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സർവത് സൗലത്തിൻ്റെ ലോകചരിത്ര പണ്ഡിതനായ സർവത് സൗലത്തിൻ്റെ ഒരു പുസ്തകം, ആ പുസ്തകം വാഫി സിലബസിലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതിൻ്റെ 1-2 വാളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. വീട്ടിൽ നിന്ന് എടുത്തതായിരിക്കും. വാഫി സിലബസിൽ സർവ്വസൗലത്തിൻ്റെ ഒരു പുസ്തകം അദ്ദേഹം കാണിച്ചു തരികയാണെങ്കിൽ അതിനൊരു കരിക്കുലൊക്കെ ഉണ്ടാവുമല്ലോ, നമുക്ക് അദ്ദേഹത്തിന് എന്തും കൊടുത്തിരുന്നു. അല്ലെങ്കിലും ചെറിയ ചെറിയ ഈ ഈളുകൾ കൊണ്ടുവന്നിട്ട്, ഗൗരവമല്ലാത്ത കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് വളരെ ഗൗരവം എന്നൊക്കെ പറഞ്ഞിട്ട് ഗൗരവം കൂട്ടുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവമാണ്. വാഫി സിലബസ് ഏത് കാലത്താണ് ആ പുസ്തകം ഉണ്ടായത്? അങ്ങനെ ഒന്നുമില്ല. 2020 വാഫിയിലെ വിദ്യാർത്ഥികൾക്ക് ചരിത്രം പഠിക്കുന്നതിന് 2020 സിലബസിൽ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. 2020 വരെ ഉണ്ടായിരുന്ന ആ കരിക്കുലം ഞാനിവിടെ കാണിക്കാം. അതിൽ പറയുന്നത് താരിഖുൽ മുജ്തമഇൽ ഇസ്ലാമി, ഇസ്ലാമിക സമൂഹത്തിൻ്റെ ചരിത്രം, അതാണ് സബ്ജക്റ്റ്. പുസ്തകം ഏതാ? ഇസ്ലാമിക സമൂഹത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു നോട്ട് യൗദ് ഉസ്താദുൽ മാദത്തി, വിഷയം പഠിപ്പിക്കുന്ന ഉസ്താദ് തയ്യാറാക്കുക. മുസ്തമിദ് മിൻ ഉമ്മഹാത്തി കുത്തുബി താരിഖി വൽ മസാദിറിൽ മൗസൂഖ് ബിഹ, വിശ്വസനീയമായ അവലംബ കേന്ദ്രങ്ങളിൽ നിന്ന് സമാഹരിച്ചിട്ട്. ഇത് സബ്ജക്റ്റ് പഠിക്കാനാണ്. ചരിത്രം പഠിപ്പിക്കുന്ന ഉസ്താദുമാരാണ്, ചരിത്രം പഠിച്ച പണ്ഡിതന്മാരാണ് ഈ ക്ലാസ് എടുക്കുക. യൂണിവേഴ്സിറ്റിയിലൊക്കെ അങ്ങനെ ഉണ്ടല്ലോ, ഇന്ത്യൻ ചരിത്രം അങ്ങനെയൊക്കെ പറയട്ടെ. ഇതാണുള്ളത്. കുട്ടികൾക്ക് വിശാലമായി ചിന്തിച്ച് പഠിക്കാനും മറ്റുമൊക്കെ അങ്ങനെയാണുള്ളത്. ആ കാലഘട്ടത്തിൽ ചരിത്ര പുസ്തകങ്ങൾ പലതും അവലംബിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു നല്ലൊരു ചരിത്ര പുസ്തകം എന്ന രീതിയിൽ ഈ സർവ്വസൗലത്തിൻ്റെ പുസ്തകം കോളേജുകളിലൊക്കെ ഉണ്ടായിരുന്നു. കാരണം കേരളത്തിൽ നല്ലൊരു പുസ്തകം കിട്ടണ്ടേ. ഇനി അതവിടെ കിട്ടെ, അവലംബിച്ചിട്ടില്ല എന്ന് പറയുന്നില്ല, സിലബസ് അവലംബിച്ചിട്ടില്ല. ഉസ്താദുമാർ പലരും, ആ കൂട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലും വാഫികളുണ്ടല്ലോ, അവർ ഈ പുസ്തകം വായിച്ചിട്ടുണ്ടാവും. കുട്ടികൾക്ക് പഠിക്കാനും പുസ്തകം വേണ്ടേ. ഇതാര് പ്രസിദ്ധീകരിച്ചു, ആ പ്രസിദ്ധീകരിച്ച വിവർത്തനം ചെയ്ത ആൾ ഏത് മതക്കാരനാണ്, ഏത് ആശയക്കാരനാണ് എന്ന പരിശോധനയ്ക്ക് എത്രമാത്രം തരം താണതാണ് ആലോചിക്കുക നിങ്ങൾ. നോവൽ വായിക്കാറില്ലേ? നമ്മൾ കേരള ചരിത്രം വായിക്കുന്ന സുന്നി എഴുതിയല്ലോ. സുന്നിയാണ് എഴുതിയ പുസ്തകം ആരുള്ളത്? എന്നെ കരീമിൻ്റെ ഉണ്ട്, പിന്നെ വേറെ മാധവൻ നായരുതുണ്ട്. അപ്പോൾ അയാൾ കണ്ടുപിടിക്കുന്ന ആളാണ്, അയാൾ ഇന്ന ആളാണ്. അങ്ങനെയല്ലല്ലോ നോക്കല്. ചരിത്രത്തിൽ എന്ത് എഴുതി എന്നല്ലേ നമ്മൾ നോക്കാറുള്ളത്. അങ്ങനെ എത്ര വിഷയങ്ങളുണ്ട്. ഇതൊക്കെ സുന്നികൾ എഴുതിയാലേ പറ്റുള്ളൂ, സുന്നികൾ വിവർത്തനം ചെയ്താലേ പറ്റുള്ളൂ എന്നുള്ളതൊക്കെ എത്രമാത്രം സങ്കുചിതമായൊരു ചിന്താഗതിയാണ്. ആവട്ടെ, ഞാൻ വെക്കട്ടെ. ഇനിയിപ്പോൾ ഈ പഠിക്കാനുള്ള വിഷയം എന്താണെന്നറിയാം നിങ്ങൾ? പഠിക്കാനുള്ള വിഷയം ഇതൊന്നുമല്ല, ഇസ്ലാമിക ഖിലാഫത്തുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണ്. വളരെ വൃത്തിയിൽ കൃത്യമായി അദ്ദേഹം അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ 4 വാള്യങ്ങളൊന്നുമില്ല, 1200 പേജൊന്നുമില്ല. അതിൽ ഇനി പഠിക്കാനുള്ള ഭാഗം നോക്കുകയാണെങ്കിൽ തന്നെ കിസ്റയുടെ ചക്രവർത്തിയുടെ പതനം, ഉസ്മാനിയ ഖിലാഫത്ത്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളത്. ഇതെല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. ഖിലാഫത്ത് റാഷിദ, ഉമവി, അബ്ബാസി ഭരണകൂടം, താരിഖുൽ അങ്ങനെ ഉള്ളത്. 2020 ശേഷം പിന്നെ നമ്മളൊരു ടെക്സ്റ്റ് ആദ്യമായിട്ട് കൊണ്ടുവരികയാണ്. സമസ്ത വാഫിയായിട്ടുള്ള ബന്ധം വേർപ്പെടുത്തിയതൊക്കെ ഇപ്പം അടുത്താണല്ലോ. 2020 പുതിയ സിലബസ് പരിഷ്കരിച്ചപ്പോൾ ഒരു കൂട്ടം പണ്ഡിതന്മാരെഴുതിയ ഒരു പുസ്തകം തയ്യാറാക്കി. കാരണം കുട്ടികൾക്ക് പലരും ഇത് പുസ്തകങ്ങൾ ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് പറഞ്ഞപ്പോൾ, അത് മാത്രമല്ല അപ്പോൾ അവലംബം ചരിത്രമല്ലേ, അതിനിങ്ങനെ പ്രത്യേക പുസ്തകം വെക്കാൻ പറ്റില്ലല്ലോ. അതൊരു ഗവേഷണവും അധിക വായനയും ആവശ്യമുള്ളൊരു വിഷയമാണ്. അങ്ങനെയൊക്കെയാണ് പുതിയ അക്കാഡമിക സമൂഹം. അതൊക്കെ തന്നെയാണ് ഈ വാഫിനോടുള്ള പ്രശ്നം.
എഴുതി കൊടുത്തത് മാത്രം പഠിക്കുക ചരിത്രം എന്നതിലപ്പുറം വിശാലമായി പഠിക്കാനുള്ള ഒരു സാഹചര്യം വാഫി ഒരുക്കുന്നു എന്നുള്ളതാണ്. ഇതിലപ്പുറം വാഫി സിലബസിൽ സർവ്വസൗലത്തിൻ്റെ ഇസ്ലാമിക സമൂഹ ചരിത്രം എന്ന പുസ്തകം ഉൾപ്പെടുത്തിയത്, എഴുതി വച്ചത്, അവലംബത്തിനും അധിക വായനക്ക് പോലും എഴുതി വച്ചത് ഹമീദ് ഫൈസിക്ക് തെളിയിക്കാൻ പറ്റില്ല. കളവ് പറയുമ്പോൾ അത് വല്ലാത്തൊരു വിഷമാണല്ലോ. കാര്യങ്ങളൊക്കെ ഇതാ ജാക്കും നബഉം ഫാസിഖ് ഒരു വാർത്തയുമായി വന്നാൽ സത്യാവസ്ഥ നിങ്ങൾ പരിശോധിക്കണമെന്ന് ഖുർആൻ പറയുന്നതാണ്. ഹമീദ് ഫൈസ് പരിശോധിച്ചോ? സിലബസിലുണ്ടോ? ഏതെങ്കിലും വാഫി ഉസ്താദുമാരെ വിളിച്ച് ചോദിച്ചോ? ഒന്നും അദ്ദേഹം പറയുന്നില്ലല്ലോ. എന്നിട്ട് ആരെഴുതി അയാളെ സേവനങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ആളുകൾ പലരും ചരിത്രം എഴുതിയിട്ടുണ്ട്. ഷെയ്ഖ് അബൂ സുഹറ എഴുതിയിട്ടില്ലേ ബിദഈ പ്രസ്ഥാനക്കാരെ കുറിച്ച്? അദ്ദേഹം സുന്നിയല്ലേ. ഇബ്നു തൈമിയ്യയെക്കുറിച്ച് പുസ്തകം എഴുതിയിട്ടില്ലേ? സുന്നിയാന്ന് അവരെയൊക്കെ പറയുന്നുണ്ട്. തറാവീഹ് 8 എന്ന് നട്ടാൻ മുളക്കാത്ത നോണ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അതൊന്നും പഠിച്ചോനെ പേടിയില്ലാവും. 10,000-കണക്കിന് ഉസ്താദുമാർ, സുന്നി ഉസ്താദുമാർ കൈകാര്യം ചെയ്യുന്ന ഒരുപാട് SKSMൻ്റെ പ്രവർത്തകരായ ആളുകൾ ഇപ്പോഴും വാഫി കോളേജ് പഠിപ്പിക്കുന്നുണ്ടല്ലോ. അവരോടൊന്ന് ചോദിച്ചൂടെ? ഒരു ചെറിയ ഒരു ഉമ്മത്തിനോട് ഒരു ഗുണകാംക്ഷ ഉണ്ടെങ്കിൽ, ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന എന്താ? നമുക്ക് സത്യത്തിൽ ഈ വാഫി സമസ്ത ഈ പ്രശ്നങ്ങളിലുള്ള ഇടപെടാനൊന്നും നമുക്ക് താല്പര്യമില്ല. അത് വാഫിൻ്റെ അധികൃതരും അതേപോലെ സമസ്തൻ്റെ ആളുകളും ബന്ധപ്പെടും. പക്ഷേ നമ്മളൊക്കെ സുന്നി പഠിച്ചിട്ട് അത് പഠിപ്പിക്കുന്ന സിലബസിൽ തറാവീഹ് 8 എന്ന് പറയുമ്പോഴുള്ളൊരു വിഷമാണ് നമ്മൾ ഈ പറയുന്നത്. ഞാനൊക്കെ പഠിപ്പിക്കുന്നുണ്ടല്ലോ, 100 കണക്കിന് ഉസ്താദന്മാർ പഠിപ്പിക്കുന്നുണ്ടല്ലോ. അവരാരെങ്കിലും 8 എന്ന് ഏതെങ്കിലും കാലഘട്ടത്തിൽ പഠിപ്പിച്ചിട്ടുണ്ടോ? വാഫി സിലബസിലുണ്ടെന്ന് പച്ചക്കള്ളം പറയാം, അത് വിശ്വസിക്കാൻ കുറേ ആളുകളും. ഇതാണ് ഈ സമൂഹത്തിൻ്റെ ഒരു സവിശേഷത. പിന്നെ സയ്യിദ് ഖുത്ബിൻ്റെ പുസ്തകമുണ്ട്, ഏതോ മറാജിയിൽ അവലംബമായിട്ട് വായിക്കാനൊരു പുസ്തകം കൊടുത്തിട്ടുണ്ട്. ഇത് PG വിദ്യാർത്ഥികൾക്ക്. എന്താ അതിന് വിഷയം? എന്താ? ഇസ്ലാമിനെതിരെ ലോകത്തെ സിയോണിസ്റ്റുകളും അതേമാതിരി യൂറോപ്യന്മാരും എഴുതിവിട്ട ഇസ്ലാമിക കാഴ്ചപ്പാടിനെതിരെയുള്ള തൗഹീദ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഉള്ള അതൊന്നും സുന്നി മുജാഹിദ് അങ്ങനത്തെ ചർച്ചകളേ അല്ല. ഇസ്ലാമിലെ നീതി, സ്ത്രീ പുരുഷ നീതി, അങ്ങനത്തെ കുറേ വിഷയങ്ങളുള്ളതാണ്. അതൊക്കെ ഒന്ന് മറച്ചു നോക്കിയാൽ മതി. അല്ലെങ്കിലും ഒരു പഠനവും ഈ വിഷയത്തിൽ നടത്തുന്നില്ല എന്നതിൻ്റെ തെളിവല്ലേ 2020 വരെ കുട്ടികൾ, പ്രത്യേക ഒരു പുസ്തകം ഇല്ലാത്തതുകൊണ്ട് കുട്ടികളല്ല ഉസ്താദുമാർ, അല്ലെങ്കിൽ കുട്ടികളാരെയും വാങ്ങിയിട്ടുണ്ടാവും, അതൊന്നും സിലബസിൽ വാഫി അടിച്ചിറക്കുകയോ അത് വാങ്ങണമെന്ന് പറയുകയോ ചെയ്തതിന് ഒരു തെളിവുമില്ല. പക്ഷെ വായിച്ചിരുന്നു. ഒരു പുസ്തകം ഇല്ലാത്തതുകൊണ്ട്, ഇസ്ലാമിക ചരിത്രത്തിൻ്റെ ഒരു വിശാലമായൊരു പുസ്തകം ഇല്ലാത്തതുകൊണ്ട് വായിച്ചിരുന്നു. അത് ഈ മുജാഹിദ് വഹാബി അല്ലെങ്കിൽ പുത്തനാശയക്കാർ ഈ കഴിഞ്ഞ നൂറ്റാണ്ട് ചരിത്രമൊന്നുമല്ല, ഖിലാഫത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ സത്യസന്ധമായിട്ടുള്ള, അവിടെ എന്തെങ്കിലും വലിയ പ്രശ്നമുണ്ടോ? അല്ലെങ്കിലും പല പുസ്തകങ്ങളും നമ്മൾ സിലബസ് വെക്കും. അങ്ങനെ സിലബസ് വെക്കുമ്പോൾ സുന്നി ആശയത്തിനെതിരായത് വല്ലതുണ്ടെങ്കിൽ ആ പുസ്തകമാണ് ഏറ്റവും മെച്ചപ്പെട്ടത് എന്നുണ്ടെങ്കിൽ ആ ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടാണ് നമ്മൾ വെക്കാറുള്ളത്. അങ്ങനെ വെച്ചിട്ടുണ്ട്. ഏതൊക്കെ 1-2 പുസ്തകം അങ്ങനെ ഉണ്ടെന്ന് ഞാൻ അറിയും ശ്രദ്ധപ്പെടുമ്പോൾ. പക്ഷേ ആ വിഷയത്തിലത് ആധികാരികമായ ഗ്രന്ഥമായിരിക്കും. അപ്പോൾ ഇതൊക്കെ വല്ലാത്തൊരു ദുൽമും അക്രമമാണ് ഈ ഇദ്ദേഹം നടത്തുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പടച്ചോൻ സത്യം പറയാനും അത് പ്രചരിപ്പിക്കാനും തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.